വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ പുസ്തകത്തിലേക്ക് കടന്നു വരുവാൻ കഴിയട്ടെ. ഞാൻ ഓർപ്പിച്ചു, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം ആമേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. നാളെ ഭൂമിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വ്യക്തമായി എഴുതിയിട്ടുള്ള പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോക്കലിപ്സിസ് എന്ന ഗ്രീക്കിനാൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം മറ നീക്കി വെളിച്ചത്ത് കൊണ്ടുവരിക, മറ നീക്കി കാണിക്കുക എന്നുള്ള ആമേൻ സ്തോത്രം ആ പ്രവർത്തനത്തോടു കൂടി അപ്പോസ്തലനായ യോഹന്നാനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ആധികാരികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അതെവിടെ വെച്ച് എഴുതി, എങ്ങനെ എഴുതി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ പഠനത്തിൽ നമ്മളത് ചിന്തിക്കുവാനിടയായി തീർന്നു. ഞാൻ അങ്ങോട്ട് കൂടുതലായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. വളരെ സ്ലോവിലാണ് ഈ ഭാഗം പോകുന്നത്. വേഗത്തിൽ പറഞ്ഞാലൊട്ടും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പറയുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ സാക്ഷ്യവും വചനവും നിമിത്തം ഹല്ലേലൂയ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ. അങ്ങനെ നാട് കടത്തപ്പെട്ടപ്പോൾ ദൈവം തനിക്ക് കൊടുത്ത വെളിപ്പാടാണ്, ആ ദർശനമാണ് പുസ്തകത്തിൽ എഴുതുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഓർപ്പിച്ചത്. അങ്ങനെ ക്രിസ്തുവിനെ താൻ കാണുകയും തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപം താൻ കാണുകയും അത് താൻ എഴുതി വെക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴുള്ളത് നീ എഴുതണം, സഭയെപ്പറ്റിയുള്ള ദൂത് നീ എഴുതണം, നാളെ ഈ ലോകത്ത് സംഭവിക്കാനുള്ളത് എന്താണ് അത് നീ എഴുതണം. അങ്ങനെ താൻ എഫെസോസ് പട്ടണത്തിൽ കിടന്നുകൊണ്ട് താൻ എഴുതുന്ന സഭകൾക്ക് വേണ്ടി എഴുതി അയക്കുന്ന ദൂതുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ആ സഭയ്ക്കകത്ത് നമുക്ക് ഒത്തിരി കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതിനകത്ത് ആമേൻ സ്തോത്രം അനുമോദനമുണ്ട്, ഹല്ലേലൂയ, സഭയുടെ കുറവുണ്ട്, പ്രബോധനമുണ്ട്, മുന്നറിയിപ്പുണ്ട്, വാഗ്ദത്തങ്ങളൊക്കെ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് വ്യക്തമായി സഭയുടെ മുൻപിൽ പോയി അത് അവതരിപ്പിച്ചിട്ടുമുണ്ട്. സ്തോത്രം. ആമേൻ. അവരത് ഏറ്റെടുത്തു. അല്ലെങ്കിൽ എല്ലാ സഭയ്ക്കും ആമേൻ എന്താ കുറവ് പറഞ്ഞിട്ടില്ല, പ്രബോധനം പറഞ്ഞിട്ടില്ല. ആമേൻ. ചില സഭകൾക്ക് മാത്രമേ അതങ്ങനെ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പഠിക്കേണ്ട പുസ്തകം ഹല്ലേലൂയ സ്മുർന്ന സഭയാണ്. എഫെസോസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ. അത് എഫെസോസിലെ സഭ ആരംഭിച്ചത് ആരാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. 7 സഭകൾക്ക് കൊടുത്ത ദൂതാണ് ആമേൻ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ സഭ എന്ന് പറയുന്നത് ഏതാ? എഫെസോസ് സഭ, അയഞ്ഞ സഭ എന്നൊക്കെ അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഉപദേശത്തെയൊക്കെ അവരെ അയച്ചു വിട്ടിട്ട് പലരെയും ആമേൻ അല്ലെങ്കിൽ സഭയിലേക്ക് കയറി വന്നവരെ ആരാണെന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ അർത്തിമോസ് ദേവി എന്ന് പറയുന്ന ഒരു ദേവി ക്ഷേത്രമൊക്കെ എഫെസോസിൽ കൂടിക്കൊണ്ടിരുന്നു. അതിനെതിരായിട്ടൊക്കെ അപ്പോസ്തലനായ പൗലോസ് ശക്തമായി പ്രസംഗിച്ചു. അനേകരെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നേടിയെടുത്തു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ തുടർന്ന് നമ്മൾ പഠിക്കുന്നത് സ്മുർന്ന സഭയാണ്. ഹല്ലേലൂയ. സ്മുർന്ന സഭയിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. ആ സഭയുടെ പ്രത്യേകത എന്താണ്, ആ സഭയ്ക്ക് കൊടുത്ത ദൂത് എന്താണ്, അത് നമുക്കൊന്ന് ചിന്തിക്കുവാൻ കഴിയട്ടെ. സ്തോത്രം. വേഗത്തിൽ വന്നട്ടെയാ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അതെ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് ശബ്ദത്തിൽ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സ്മുർന്നയിലെ സഭയുടെ ദൂതനെ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ സഭ നമ്മൾ പഠിച്ചത് എഫെസോസ് സഭയാണ്. എഫെസോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് വർഷമായിരുന്നു? AD എപ്പം മുതലാ? 33 മുതൽ
100 വരെയുള്ള കാലഘട്ടങ്ങൾ, AD 33 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളായിരുന്നു എഫെസോസ് സഭ നിലനിന്നിരുന്നത്. രണ്ടാമത്തെ സഭയാകുന്ന സ്മുർണോ സഭയുടെ കാലഘട്ടം AD 101 മുതൽ 312 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഈ കാലഘട്ടങ്ങളിലാണ് ഈ സ്മുർണ സഭ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. എഫെസോസ് സഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളിലേക്ക് പോയ ഒരു സഭയാണ് സ്മുർണ സഭ. സ്തോത്രം. വളരെ മനോഹരമായ ഒരു നഗരമാണ് സ്മുർണ എന്ന് പറയുന്നത്. എഫെസോസിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ പട്ടണമാണ് സ്മുർണ സഭ എന്ന് പറയുന്നത്, സ്മുർണ നഗരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിൽ കാണുന്നത് വളരെ മനോഹരമായ പട്ടണമാണ്. ആമേൻ. ഇപ്പോൾ കുറച്ചുകൂടെ വിപുലീകരിച്ചാണ് നമുക്ക് ഈ പട്ടണത്തെ കാണുവാൻ ഇടയായിത്തീരുന്നത്. വളരെ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്ന ഒരു സഭയും കൂടിയായിരുന്നു സ്മുർണ സഭ. സ്മുർണ, അടുത്ത ഭാഗത്തെ സ്മുർണ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പെന്ന. കയ്പ് എന്താണ്? കയ്പ്. മറന്നു കളയരുത്. ആമേൻ. സ്തോത്രം. ഈ സ്മൂർ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആമേൻ സ്മുർണ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. ആമേൻ. അതിനെ സ്മർ എന്ന ഒരു മരത്തിൽ നിന്നെടുക്കുന്ന ഒരു തരം കറയാണ് കുന്തിരിക്കത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുന്തിരിക്കം എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. ആ കുന്തിരിക്കം ഉപയോഗിക്കുന്ന സുഗന്ധത്തിന് വേണ്ടിയും ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ആമേൻ ഈ കുന്തിരിക്കം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആമേൻ. നല്ല ഗന്ധം പരത്തുന്ന ഒരു ദ്രവ്യം കൂടിയാണത്. അപ്പോൾ ഈ സ്മുർണയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുഗന്ധം പുറപ്പെടുവിച്ച ഒരു സഭയായിരുന്നു. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിലൂടെ വന്ന ഒരു സഭയായിരുന്നു ഏത്? ആമേൻ. സ്തോത്രം. സ്മുർണ സഭ. ഹല്ലേലൂയ. ആ സഭയ്ക്ക് പ്രത്യേക ദൂതുകൾ ആമേൻ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. ആമേൻ. അതിൻ്റെ 2 മുതൽ നമ്മൾ വായിച്ചല്ലോ. 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ആ സഭയ്ക്കുള്ള ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, അതിനെ അനുമോദിക്കുകയാണ്. ആ സഭയോടുള്ള അനുമോദനം. എന്താണ് അനുമോദനം? ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല. മതി. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ധനവാനായിരുന്നിട്ടും കഷ്ടതയും ദാരിദ്ര്യവും അനുഭവിച്ച സഭ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഭയങ്കര സമ്പന്നന്മാരായിരുന്നു സ്മുർണ സഭയിലുള്ള വിശ്വാസികൾ. പക്ഷെ വിശ്വാസികൾ വലിയ സമ്പന്നന്മാരായിട്ടും എന്തിനു വേണ്ടിയാ അവര് ദരിദ്രരായി തീർന്നത്? ക്രിസ്തു നിമിത്തം. പൗലോസ് പറഞ്ഞിട്ടില്ല, ഞാൻ ക്രിസ്തു നിമിത്തം ദരിദ്രനായിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് കർത്താവ് നിമിത്തം ആമേൻ ഉള്ളതെല്ലാം ആമേൻ സ്തോത്രം ഉള്ളതെല്ലാം അവര് ആമേൻ നന്മയെന്ന് കരുതിക്കൊണ്ട് അവരാസ്വദിച്ച് ജീവിച്ചവരാ. കഷ്ടതയെ അവരാസ്വദിച്ചവരാണ് സ്മുർണയിലുള്ള ദൈവമക്കൾ. സ്തോത്രം. ഹല്ലേലൂയ. അവർ സമ്പന്നന്മാരായിട്ടും ഹല്ലേലൂയ അവര് ദാരിദ്ര്യാവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തം പലരെയും ദാരിദ്ര്യാവസ്ഥയിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം മറ്റുള്ള ധനത്തെക്കാളും യേശുവിലുള്ള ധനമാണ് ഏറ്റവും വിലയെന്ന് അവർ കണ്ടതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവരെ അനുമോദിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. യഹൂദരല്ലാത്ത ജനത്തെ കണ്ടിട്ട് അവർ യഹൂദരാണെന്ന് പറഞ്ഞ് വന്ന ആ ജനങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവര് മാറ്റി നിർത്തി, അവരെ ഒഴിപ്പിച്ചു നിർത്തി. ആരാ? യഹൂദരാണെന്ന് അഭിമാനിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് കയറിയവരെല്ലാം യഹൂദരെല്ലാം അവർ തിരിച്ചറിയുവാനുള്ള ആന്തരികമാകുന്ന കാഴ്ചപ്പാട് ഈ സഭയ്ക്കുണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അവരെ അനുമോദിച്ചു. രണ്ടാമത് കർത്താവ് ആ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. വെറും 4 വാക്യങ്ങൾ മാത്രമേ ഈ സ്മുർണ സഭയിലുള്ളൂ. പക്ഷെ 4 വാക്യങ്ങൾ ഉള്ളെങ്കിലും വളരെയധികം കാര്യങ്ങൾ ഈ സഭയ്ക്കകത്ത് കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ സഭയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്? ഹല്ലേലൂയ. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഒരു വലിയ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് കൊടുക്കുക. നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ഒന്നും നമ്മൾ വെറുതെ വിട്ടുകളയരുത്. പരിശുദ്ധാത്മാവിൽ പ്രവചന ദൂതിലൊക്കെ പറയുന്ന ആലോചനകൾ അത് മുറുകെ പിടിക്കണം. നമുക്കത് ദോഷത്തിന് കാരണമായി തീരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എബ്ബേസ് പ്രാർത്ഥിച്ചല്ലോ, കർത്താവേ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ പരിപാലിക്കണമേ. അവൻ പ്രാർത്ഥിച്ചതിന് ദൈവം അവന് കൊടുത്തു എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ
പരിശുദ്ധാത്മാവ് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തു. ആമേൻ. പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ രീതിയിൽ എണ്ണുന്ന 10 ദിവസമല്ല. സ്തോത്രം. ആമേൻ. ഇവിടെ ഇതിന്റെ കാലഘട്ടം നമ്മൾ പഠിച്ചല്ലോ. അത്രയും കാലഘട്ടങ്ങൾ ഒതുങ്ങി നിന്ന ആ ദിവസങ്ങളാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു വാക്കിലൂടെ പറഞ്ഞാൽ ഈ 10 ദിവസം എന്ന് പറയുന്നത് 10 രാജാക്കന്മാരുടെ ഭരണകാലം ആ സ്മുർന സഭയിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ 10 ദിവസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 10 ദിവസം എന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്, ആ സഭ എത്ര വർഷക്കാലം അവിടെ നിലനിന്നോ അത്രയും ബുദ്ധിമുട്ടുകൾ ആ സഭ നേരിടേണ്ടി വന്നു. കയ്പിന്റെ അനുഭവത്തിലൂടെ ആ സഭ കടന്നു പോകേണ്ടി വന്നു. ആമേൻ. ഡയോക്ലീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കാലത്ത് 303 മുതൽ AD 303 മുതൽ 313 വരെയുള്ള 10 വർഷങ്ങൾ അതിക്രൂരമായിരുന്ന പീഡനങ്ങളായിരുന്നു ഈ സ്മുർന സഭയ്ക്കകത്തുണ്ടായിരുന്നത്. ആമേൻ. വളരെ ശക്തമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. സ്തോത്രം. ഈ സഭ അനുഭവിച്ച ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് അല്ലലിയ രാജാക്കന്മാരിലൂടെ ലഭിക്കപ്പെട്ട പീഡനമായിരുന്നു. ആമേൻ. ആ സഭ നിലനിൽക്കുമ്പോൾ ആ രാജ്യത്ത് എത്ര രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടോ ആ രാജാക്കന്മാരൊക്കെ ഈ സഭയെ എന്ത് ചെയ്തു? ആമേൻ. ശക്തമായിട്ട് അല്ലേലൂയ പോരാടി പീഡനം അഴിച്ചുവിട്ടു. വിശ്വാസികളുടെ ഇടയിലേക്ക് അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആരാധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പീഡനങ്ങൾ അയച്ചുവിട്ട് അല്ലെങ്കിൽ പലരെയും വാളുകൊണ്ട് വെട്ടിക്കൊന്നു, പലരെയും മൃഗീയമായി കൊലപ്പെടുത്തി. അങ്ങനെ സഭയെ നഷ്ടപ്പെടുത്തുവാൻ രാജാക്കന്മാർ ശക്തമായി എഴുന്നേൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അല്ലേലൂയ. അടുത്ത ഭാഗമിട്ട്. ആമേൻ. സ്തോത്രം. അല്ലേലൂയ. അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ആ കാലങ്ങളിൽ ജീവിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ് പോളികാർപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോളികാർപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ? ഇല്ല, നിങ്ങൾ കേട്ട് കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ആമേൻ താനൊരു ആമേൻ ഒരു മെത്രാനായിരുന്നു. ആമേൻ. മെത്രാന്റെ സ്ഥാനത്ത് താൻ ഇരുന്ന ആളായിരുന്നു ആമേൻ പോളികാർപ്പ് എന്ന് പറയുന്നത്. AD 96 മുതൽ 155 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരുന്നു. ആമേൻ. ശക്തമായ ആമേൻ ദൈവത്തിന് വേണ്ടി ശക്തമായി പോരാടി നിന്ന ഒരു മനുഷ്യനായിരുന്നു. ഇനി അത് മാത്രമല്ല, ചരിത്രം പഠിപ്പിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലന്റെ ആമേൻ അരുമ ശിഷ്യനായിരുന്നു പോളികാർപ്പ്. ആമേൻ. യോഹന്നാൻ കഴിഞ്ഞാൽ പിന്നെ ആ സ്മുർന സഭയെ നയിച്ചുകൊണ്ട് പോയത് പോളികാർപ്പായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ആമേൻ. ഇതിനെ ഇപ്പോൾ കത്തോലിക്കരൊക്കെ എടുത്തു വെച്ച് ഒരു വിശുദ്ധ വ്യക്തിയായിട്ട് ആരാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ കത്തോലിക്ക ചർച്ചുകളിലൊക്കെ ചെന്ന ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ കർത്താവിന് വേണ്ടി ആ സമയത്ത് ശക്തമായി നിന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ആമേൻ സ്തോത്രം കൃത്യമായി പഠിച്ച് ആമേൻ പ്രസംഗിച്ച് ഹല്ലേലൂയ നിന്ന ഒരു പോപ്പായിരുന്നു. ആമേൻ. ഒരു മെത്രാനായിരുന്നു ഹല്ലേലൂയ പോളികാർപ്പ് എന്ന് പറയുന്നത്. ചക്രവർത്തിമാരുടെ പീഡനകാലത്ത് ആമേൻ സ്തോത്രം ഇദ്ദേഹം ഭയന്നുപോയി. ആമേൻ. കാര്യം ഇദ്ദേഹത്തെ കൊല്ലുമെന്നൊരു അറിയിപ്പ് ആമേൻ ദേശത്തുണ്ടായി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? 86 വയസ്സുണ്ട്. അദ്ദേഹം ഓടിച്ചെന്ന് ഒരു അജ്ഞാതമായ വീട്ടിൽ താൻ ചെന്ന് പാർത്തു, ആരും കൊല്ലാതിരിക്കേണ്ടി വേണ്ടി. അപ്പോൾ എങ്ങനെയോ ഈ പോളികാർപ്പ് ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് സൈന്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഉടനെ അവരെന്ത് ചെയ്തു? ആമേൻ സ്തോത്രം കുതിരപ്പടയുമായിട്ട് വന്ന് ഈ വീട് മുഴുവനായി വളഞ്ഞു. താൻ രക്ഷപ്പെടാൻ താല്പര്യപ്പെട്ടില്ല. എന്തും വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആമേൻ ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുമെന്ന് വിചാരിച്ച് താൻ ആ വീട്ടിൽ തന്നെ പാർക്കുവാനിടയായി തീർന്നു. എന്നാൽ പാർക്കുക മാത്രമല്ല, ആ കുതിരപ്പടയുമായി വന്നവർക്ക് ആഹാരം കൊടുക്കുവാൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളോട് പറഞ്ഞു, ഇവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ആമേൻ സ്തോത്രം. അവർ ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ആമേൻ ഇവര് ബലമായിട്ട് പോളികാർപ്പിനെ പിടിച്ചു. ആമേൻ. പിടിക്കുന്നതിന് മുമ്പ് പോളികാർപ്പ് ഒരു കാര്യം പറഞ്ഞു, 1 മിനിറ്റ് എനിക്ക് തരണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചതിന് ശേഷം ഇവര് ഈ പോളികാർപ്പിനെ ബലമായി പിടിച്ചുകൊണ്ട് ആമേൻ ഫിലിപ്പിന്റെ അടുത്തേക്ക്, കൈസറാകുന്ന ഫിലിപ്പിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഫിലിപ്പ് തന്നെ കൊല്ലേണ്ടതിന് ഇങ്ങനെ വട്ടം കൂട്ടിയിരിക്കുകയാണ്. കൊല്ലുവാൻ ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചു, ആമേൻ സ്തോത്രം, നിനക്ക് യേശുവിനെ തള്ളിപ്പറയാമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, 86 വർഷം കൊണ്ട് ഞാൻ ഈ ക്രിസ്തുവിൻ്റെ ദാസനായി ആമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്.
ആ യേശു ക്രിസ്തു എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അവനെ തള്ളിപ്പറയുന്നത്? സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ. കൊല്ലാനായിട്ട് ഒരുങ്ങി നിർത്തിയിരിക്കുകയാണ്. ശരിയാക്കി നിർത്തുമ്പോൾ അദ്ദേഹം പറയുക, എനിക്കിപ്പോൾ 86 വയസ്സുണ്ട്, ഈ യേശുവിനെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുക, ഇന്നുവരെയും യേശു എൻ്റെ ജീവിതത്തിൽ ദോഷമായിട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ എൻ്റെ യേശുവപ്പനെ തള്ളിപ്പറയുന്നത്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത്ര ഭക്തന്മാരാണ് ആദ്യകാല ദൈവസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഹല്ലേലൂയ. വടക്കേണ്ടി നടന്നൊരു സംഭവമാണ്. ഭാര്യയും ഭർത്താവും സഭ നടത്തുന്നവരെ, പാസ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, സുവിശേഷ വിരോധികൾ വന്നവരെ പീഡിപ്പിച്ചു. ആമേൻ. ആൾക്കാരുടെ മുമ്പിൽ ഇട്ടിട്ട് പറഞ്ഞു, ഈ വേദവസ്തുത്തെ കയറി ചവിട്ടാൻ പറഞ്ഞു. ആ പാസ്റ്റർ പേടിച്ച് വേദവസ്തുത്തെ കയറി ചവിട്ടി. വിളിക്കാൻ പറഞ്ഞു, രാമ 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 എന്ന് വിളിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ വീഡിയോ? സ്തോത്രം. ഹല്ലേലൂയ. ഭാര്യയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും അവരുടെ നാമജപം ചൊല്ലിപ്പിച്ചു. ഇതാണോ നമ്മുടെ വിശ്വാസം? സ്തോത്രം. ഇങ്ങനെയാണോ നമ്മുടെ വിശ്വാസം? പ്രിയപ്പെട്ടവരെ, എന്ത് വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മൾ ഉയരത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കിരീടത്തിന് മുത്തുകൾ വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് താൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയത്തില്ല. എന്നിട്ട് മുമ്പിൽ വലിയ തീ കൂട്ടിയിട്ട് ആ തീയിലേക്ക് തന്നെ തള്ളിയിട്ടു. തീയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞപ്പോ താൻ മരിച്ചില്ല. സ്തോത്രം. ചന്ദ്രകമേശക അബേദ്നെഗോ നിന്ന പോലെ തന്നെ താൻ തീയുടെ ചൂട് പോലും ഏൽക്കാതെ ദൈവം അത്ഭുതകരമായി തന്നെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ തീ കൊണ്ടും തന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ, കുന്തം മേടിച്ചുകൊണ്ട് വന്ന് തന്റെ ചങ്കിലേക്ക് കുത്തി ഇറക്കി. അങ്ങനെയാണ് പോളികാർപ്പിനെ കൊല ചെയ്യപ്പെട്ടത്. താൻ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ പോളികാർപ്പിന് കഴിഞ്ഞു. അല്ലെങ്കിൽ കയ്പിന്റെ അനുഭവമായിരുന്നു സ്മുർന്ന സഭയിലുള്ളത്. എത്രയോ ഭക്തന്മാരാണ് ഇതുപോലെ സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ആമേൻ ചങ്കും നെറ്റിയും കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നത്. ഈ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, പുതിയ നിയമ സഭയായിരിക്കുന്ന നമ്മൾ കഷ്ടത വരുമ്പോൾ പരാജയപ്പെട്ടു പോകരുത്. നമ്മുടെ ഭക്തന്മാർ, നമ്മുടെ പിതാക്കന്മാർ അവരനുഭവിച്ച കഷ്ടതയും വേദനയും നമ്മൾ അറിയണം. അവർ ക്രിസ്തുവിന് വേണ്ടി നിന്നത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. ദൈവത്തിനു വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പീഡനങ്ങൾ സഭകൾ സഹിക്കേണ്ടി വന്നു. ഇത് നോക്കിക്കേ, അന്ന് ചെയ്ത ഒരു സമ്പ്രദായമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ അവർ ചെയ്തത്? ഹല്ലേലൂയ. ജീവനോടെ നാവ് പിഴുതെടുത്ത് കളയും. ആമേൻ. തിളച്ച എണ്ണയ്ക്കകത്ത് കൊണ്ടിടും. ചക്രവർത്തിമാർ ചെയ്ത പരിപാടികളാണ്. അതുകൂടാതെ ദീപാലങ്കാരത്തിനായി രാജകൊട്ടാരത്തിൽ അല്ലെങ്കിൽ ചക്രവർത്തിമാരുടെ പൂന്തോട്ടങ്ങളിൽ ദീപാലങ്കാരത്തിനായി വിശ്വാസിയുടെ ശരീരം എടുത്തിട്ട് അതിനെ തുണി ചുറ്റിയിട്ട് എണ്ണയൊഴിച്ച് കമ്പയിൽ കെട്ടി പൊക്കി നിർത്തിയിട്ട് ആമേൻ അടിയിൽ തീ കൊളുത്തി നശിപ്പിക്കുകയാണ്. ജീവനോടെ നശിപ്പിക്കുക. എന്നിട്ട് ആ ഗാലറിയിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നു കണ്ടോ? രാജാവ് ഉൾപ്പെടെ ഇരുന്നിട്ട് രാജാവ് കൈയടിച്ച് അല്ലെങ്കിൽ അട്ടഹസിക്കും, സന്തോഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, വളരെ ബുദ്ധിമുട്ടായിട്ട്, വളരെ പ്രതിസന്ധിയിലൂടെയാണ് അന്നത്തെ വിശ്വാസികളെ മാരകമായിട്ട് കൊല്ലുന്നത്. എങ്കിലും അവരുടെ വിശ്വാസം ആരും ത്യജിക്കുകയല്ല കേട്ടോ. അതാ കുറെ ഭയങ്കരം. സ്തോത്രം. അവരറിഞ്ഞ സത്യത്തില് ഉറച്ചു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറത്തില്ല. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസികളുടെ ഒരു കൂട്ടമാണ് അവിടെ കാണുന്നത്. അവർ പ്രാർത്ഥിക്കുകയാണ്. അവരെ കൊല്ലാനായിട്ട് കൊലോസിയം എന്ന് പറയുന്ന ആ സ്റ്റേഡിയത്തിനകത്തേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുക. അതിന് ചുറ്റും അതിനകത്ത് മൃഗങ്ങളെ പാർപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ മൃഗങ്ങൾ ആമേൻ സ്തോത്രം അവരെ കടിച്ചു കീറി കൊല്ലും. ഹല്ലേലൂയ. അങ്ങനെ എന്നിട്ട് അവർ ഗാലറി ഇരുന്നുകൊണ്ട് കണ്ട് സന്തോഷിക്കും. ആമേൻ. അത്രമാത്രം നീചമായ പ്രവൃത്തികളായിരുന്നു പണ്ടുള്ള രാജാക്കന്മാര് സഭയ്ക്ക്, ക്രിസ്തീയ സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ആമേൻ. ഇന്നത്തെ കാലത്തിലും മോശമല്ല. ഇന്നത്തെ കാലത്തിൽ ഒത്തിരി കഷ്ടതകൾ ദൈവസഭകൾ ആമേൻ ആമേൻ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ കുറച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. വടക്കേന്ത്യയിലെ UP, അതുപോലെ ബീഹാർ, ആമേൻ സ്തോത്രം, മധ്യപ്രദേശ്, ഈ മേഖലകളിലൊക്കെ ചെന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ സഹിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് ചെറുതല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യമില്ലാതെ അവരെ പിടിച്ച് ആക്രമിച്ച് ആമേൻ ഉപദ്രവിച്ചിട്ട്
ജയിലിൽ എത്രയോ ദൈവദാസന്മാരാണ് ഇന്നും കഴിയുന്നത്. എന്നുണ്ടായത് 1-ാം നൂറ്റാണ്ട് മുതലുണ്ടായ സഭയ്ക്കെതിരായിട്ടുള്ള ആ കഷ്ടപ്പാടുകളും ആ ബുദ്ധിമുട്ടുകളുമാണ് ഇന്നും സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അനേക കഷ്ടങ്ങളിലൂടെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ ഞാൻ പട്ടുമത്തം നിങ്ങൾക്ക് ഒരുക്കി തരാമെന്നല്ല കർത്താവ് പറഞ്ഞത്. എൻ്റെ സന്നിധിയിൽ വന്നാൽ കഷ്ടതയുണ്ട്, പക്ഷേ ആ കഷ്ടത മാറ്റുന്ന, ആ വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു രാജ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ ഭൂമിയിൽ വെച്ച് ഈ നിലവാരത്തിലുള്ള കഷ്ടത ഞാൻ നിമിത്തം നിങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ പതറിപ്പോകരുത്, പിന്മാറിപ്പോകരുത്. ഈ കഷ്ടത ഇങ്ങനെ വരുമ്പോൾ എത്ര പേര് ദൈവമക്കളെ നിങ്ങൾ പിടിച്ചു നിൽക്കുവാനിടയായിത്തീരും. കരമുയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശ്രേഷ്ഠത എത്രയോ വിലപ്പെട്ടതാ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്ന ജനത്തെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഒരു തീരുമാനമെടുക്കണം. ആര് നിന്ദിച്ചാലും, ക്രിസ്തുവിനെ തള്ളി പറയണമെന്ന് പറഞ്ഞാലും, നാം എത്ര പേര് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലനിൽക്കുവാനിടയായിത്തീരും. പലരും വന്ന് രാജാവിന്റെ മുമ്പിൽ നിന്നോട് പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളി പറയത്തില്ല. രാജാവ് ചോദിക്കുന്നത്, ആരാണ് വ്യക്തി? ആ വ്യക്തി എത്ര വേഗത്തിൽ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിയാൻ രാജാവ് നിർദ്ദേശം കൊടുക്കുന്നു. നമുക്കൊരു സ്വർഗരാജ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. കാഹളനാദം കേൾക്കുമ്പോൾ നാം ഉയരത്തിലേക്ക് പോകേണ്ടവരാ. നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടത ചെറുതല്ലായിരുന്നു. പലരെയും കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടി ഇട്ടുകൊടുത്തു. പച്ചയോടെ അവരുടെ തൊലികൾ ഉരിഞ്ഞു. മൃഗങ്ങളുടെ തൊലിയിൽ മനുഷ്യനെ കെട്ടിവെച്ചിട്ട് വെയിലത്തേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും. കുറെ നാൾ കഴിയുമ്പോൾ, കുറെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ മൃഗത്തിന്റെ തോല് വെയിൽ കൊണ്ട് ചുരുളാൻ തുടങ്ങും. അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ ശരീരമെല്ലാം, അസ്ഥികളെല്ലാം ഒടിഞ്ഞു നുറുങ്ങി. ഈ തുകൽ എത്രമാത്രം ചുരുക്കപ്പെടുമോ അത്രമാത്രം അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ എല്ലുകൾ നുറുങ്ങി ഒടിഞ്ഞ് ചെറിയ പൊടി കഷ്ണങ്ങളാക്കി അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന പീഡനങ്ങളായിരുന്നു ആദിമ സഭയിൽ ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് സ്മുർന സഭയ്ക്ക് കയ്പ് എന്ന് പേരിട്ടത്. പീഡിത സഭ, പീഡനങ്ങളുടെ സഭ. അനേക ഭക്തന്മാർ ആമേൻ അതിനുവേണ്ടി മറുപടി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവെ, ഏത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ അറിഞ്ഞ എൻ്റെ യേശുവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല. മരണം വരെയും ഞാൻ അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുമെന്ന ഒരു പൂർണ്ണമായ തീരുമാനം നമുക്കെടുക്കുവാൻ കഴിയണം. എന്തിനാ പ്രിയപ്പെട്ടവരെ നമുക്ക് കഷ്ടത ദൈവം തരുന്നത്? എന്തിനാണ് കഷ്ടത?
കഷ്ടതയില്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. കഷ്ടത തരുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കുവാനാ. ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാനാ കഷ്ടത തരുന്നത്. ഇസ്രയേലെല്ലാം വേദനയും കഷ്ടതയും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ അവർ നോക്കിയത്. ആമേൻ. നമുക്കൊരു രോഗം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ നോക്കത്തില്ല. നമുക്കൊരു കഷ്ടത വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ദൈവത്തെ അറിയത്തില്ല. സ്തോത്രം. സാമ്പത്തിക തകർച്ച നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വരത്തില്ല. ആമേൻ. ദൈവത്തെ നോക്കുവാനാണ് കഷ്ടത ദൈവം നമുക്ക് തരുന്നത്. ഒരു മനുഷ്യൻ ഒരു വീട് പണിയുവാൻ അദ്ദേഹത്തിന്റെ പുരയുടെ മുകളിൽ കയറി. പാപപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ വീടിന്റെ ഓലയൊക്കെ മാറ്റിയിടുവാൻ താൻ പുരപ്പുറത്ത് കയറി, വീടിന്റെ പുറത്ത് കയറി. ഏണി ചാരിയിട്ടാണ് കയറിയത്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏണി എങ്ങനെയോ തെന്നി താഴേക്ക് പോയി. ആ മനുഷ്യൻ വീടിന്റെ പുറത്ത് തന്നെ ഇരിക്കുക. റോഡ് സൈഡ് ആയതുകൊണ്ട് പലരും ധൃതി വെച്ച് ആ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. പലരെയും ഈ മനുഷ്യൻ വിളിച്ചു, ആ താഴെ കിടക്കുന്ന ഏണി എനിക്കൊന്ന് ചാരിത്തരാൻ കഴിയുമോ? എനിക്കൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പലരും ശബ്ദം കേട്ടു. പക്ഷെ അങ്ങനെ ഒരു സഹായം ചെയ്യുവാൻ ആരും താല്പര്യപ്പെട്ടില്ല. എല്ലാവരും ദ്രുതഗതിയിൽ ഓടിപ്പോയി കളഞ്ഞു. സ്തോത്രം. വീണ്ടും താൻ വിചാരിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് താഴെ ഇറങ്ങണം. തന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ ചില നാണയത്തുട്ടുകൾ കിട്ടി. താൻ ആ നാണയത്തുട്ടുകൾ ഓരോ മനുഷ്യർ കടന്നു വരുമ്പോൾ അവരുടെ തലമേലോട്ട് വലിച്ചെറിയും. ആ തലയിൽ കൊണ്ടിട്ട് ആ നാണയത്തുട്ട് താഴേക്ക് വീഴുമ്പോൾ ആ യാത്രികൻ സന്തോഷത്തോടെ ആ നാണയത്തുട്ടുകൾ എടുത്ത് എവിടുന്ന് വന്നു എന്ന് പോലും ചോദിക്കാതെ നോക്കാതെ വേഗത്തിൽ ആ നാണയത്തുട്ടുമായി യാത്ര ചെയ്തു. അങ്ങനെ പലരും കടന്നു വന്നു. അവർക്കെല്ലാം നാണയത്തുട്ടുകൾ കൊണ്ട് താൻ എറിഞ്ഞു. പക്ഷെ അവരാരും മുകളിലിരിക്കുന്ന ആളിനെ നോക്കിയില്ല. ഇപ്പോഴും താൻ പുരയുടെ പുറത്തിരിക്കുകയാണ്. അവസാനമായിട്ട് തനിക്ക് രക്ഷപ്പെടുകയില്ല എന്ന് കണ്ടപ്പോൾ താൻ അവസാനം ചെയ്തത് ഒരു വലിയ ഇഷ്ടിക കഷ്ണം എടുത്തിട്ട് താൻ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ വരുമ്പോൾ തൻ്റെ തലയിലേക്ക് എറിഞ്ഞു കൊടുത്തു. തലയിലേക്ക് എറിഞ്ഞപ്പോൾ ആ ഇഷ്ടിക വീണപ്പോൾ തല നൊന്തു. ഉടനെ ഇത് എവിടുന്നാണ് എറിഞ്ഞത്? മുകളിലേക്ക് നോക്കി. അപ്പോൾ ആ ഒരു മനുഷ്യനെ കണ്ടത്. നമ്മളും ഇങ്ങനെയല്ലേ? നല്ല നല്ല നന്മ കിട്ടുമ്പോൾ, ഉയർച്ച വരുമ്പോൾ ഉയരത്തിലേക്ക് നമ്മൾ നോക്കാറില്ല. പ്രൈസ് ലോർഡ്. കഷ്ടത വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതെവിടുന്നാ വന്നത്? ഇതാരാ അയച്ചത്? ആരാണ് എനിക്കെതിരായി മന്ത്രവാദം ചെയ്തത് എന്ന് നോക്കുന്നത് നമ്മളെ വേദനിക്കുമ്പോഴാണ്. ഇന്ന് പൽക്കാലം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുവാൻ കഴിയണം, കഷ്ടത ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. വേദന ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. അതിനെ നമ്മളെ തകർത്ത് കളയുവാനോ, നമ്മൾ നിന്ന് ആരാധനയ്ക്ക് പാടിയ പാട്ടതാ, നിന്നെ തകർക്കുവാനോ മുടിക്കുവാനോ അല്ല ഈ വേദന വന്നത്. നിന്നെ പണിതെടുത്ത് പൊന്നാക്കി തീർക്കുവാൻ ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കഷ്ടത എന്തിനാ? ഒന്ന്, ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ. രണ്ടാമത്തെ കാര്യം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവിക സാന്നിധ്യം നാം തിരിച്ചറിയുവാൻ. ദൈവിക സാന്നിധ്യം തിരിച്ചറിയണം. ദൈവിക സാന്നിധ്യം കഷ്ടതയിൽ തിരിച്ചറിഞ്ഞ 3 പേരെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആരാ? ശദ്രക്ക്, മേശക്, അബേദ്നെഗോ. ഈ 3 ബാലന്മാരെ തീച്ചൂളിലേക്ക് തള്ളപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരുടെ ദൈവത്തെ ആരാധിക്കണമെന്ന് രാജാവ് തീർപ്പ് കൽപ്പിച്ചുവെങ്കിലും അവരാരാധിക്കുവാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവരെ, ആമേൻ, സ്തോത്രം, തീച്ചൂളയിലേക്ക് തള്ളിയിട്ടു. അത് മാത്രമല്ല 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു. അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിലും ഇല്ലെങ്കിലും കൊള്ളാം, രാജാവ് നിർത്തിയ ആ വിഗ്രഹത്തെ ഞങ്ങൾ ഒരിക്കലും ആരാധിക്കത്തില്ല. ഇത് അവരുടെ തീരുമാനമായിരുന്നു. സ്തോത്രം. ആമേൻ. ആ തീരുമാനം സ്വർഗം അംഗീകരിച്ചു. ഹല്ലേലൂയ. തീക്കുണ്ടത്തിലേക്കും രാജാവ് അവരെ തള്ളിയിട്ടുവെങ്കിലും കർത്താവും അവരോട് കൂടെ എത്തി. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന 4 പേരെ രാജാവ് കണ്ടെന്ന. ഒരുവൻ വ്യത്യസ്തനാണ്. ആരാ? ദൈവ പുത്രന് സദൃശനായ ഒരുവൻ. എന്തിനാ ഇറങ്ങി വന്നത്? അവരുടെ കെട്ടുകളെ അഴിക്കുവാനും
ആ തീയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാനും യേശു കർത്താവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാ. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുവാനിടയായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മെ തകർത്ത് കളയുവാനല്ല, ദൈവിക സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ ദൈവം ഒരുക്കുന്ന വലിയ പദ്ധതിയാ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന പദ്ധതി എത്രയോ വിലപ്പെട്ടതാ. മൂന്നാമത്തെ കാര്യം, കഷ്ടത എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം കഷ്ടത അനുഭവിച്ചു തരും. വിശ്വാസികളുടെ ശുദ്ധീകരണത്തിന്. ഒരിക്കലും ഗുണപ്പെടുകയില്ലെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം വെറുതെ വിടത്തില്ല. ദൈവം അവന് ശുദ്ധീകരണം കൊടുക്കും. അത് കഷ്ടതയിലൂടെയാണ്, വേദനയിലൂടെയാണ് ദൈവം അവനെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നത്. സ്തോത്രം. ഒരു വേദഭാഗം ഒന്ന് വായിച്ച ഇയ്യോബിന്റെ പുസ്തകം 23-ാമത്തെ അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ് പറയുക, ഇയ്യോബിന് വന്ന കഷ്ടത എങ്ങനെയുള്ള കഷ്ടത? രോഗങ്ങൾ ഇട്ടുകൊണ്ട് തനിക്കുണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ കഷ്ടത വന്നു. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ ഒന്നുകൂടി ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുവാൻ, ആമേൻ, ഒരു നല്ല ഉരുപ്പടിയാക്കി തീർക്കുവാൻ ദൈവം കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടത. ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടത വന്നതുപോലെ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവഹിക്കേ. പ്രൈസ് ദി ലോർഡ്. 10 മക്കൾ നഷ്ടപ്പെട്ടു അല്ലേ? ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു, കാളകൾ നഷ്ടപ്പെട്ടു. പിന്നെ എന്താണ്? ഹല്ലേലൂയ. പിന്നെ നഷ്ടപ്പെടാത്ത തൻ്റെ ഒരു ശരീരമുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിനകത്തും എന്ത് കയറി? രോഗം കയറി. പുഴുവാ കയറിയത്. പുഴു മെത്തയായെന്നാണ് എഴുതിയിരിക്കുന്നത്. പുഴു കയറി. നോക്കിക്കുക, മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. മക്കൾ നഷ്ടപ്പെട്ടു, സാമ്പത്തിക ഭദ്രത മുഴുവൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നു. എന്നാൽ ആ രോഗം പിടിച്ച അവസ്ഥയിലെങ്കിലും കൂട്ടത്തിൽ നിൽക്കേണ്ട ഭാര്യ, സാരമില്ല ചേട്ടാ, ദൈവം ഇത്രയല്ലേ നമുക്ക് തന്നുള്ളല്ലോ, സാരമില്ല, നമുക്ക് സഹിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാം എന്നൊരാലോചന പറയേണ്ടതിന് പകരം ആ ഭാര്യ പറഞ്ഞത്, ഇനി എന്തിനായി ദൈവത്തെ മുറുകെ പിടിക്കുന്നത്? 10 മക്കൾ പോയില്ലേ? നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇനി എന്തിനാണ് ഈ ദൈവത്തെ ഭക്തിയോടെ മുറുകെ പിടിക്കുന്നത്? തള്ളിക്കള, ആ ദൈവത്തെ ഉപേക്ഷിക്ക്, എന്നിട്ട് നീ പോയി വല്ല ആത്മഹത്യം ചെയ്യുക എന്നാണ് കൂട്ടത്തിൽ നിൽക്കേണ്ട ഭാര്യ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് അതുപോലും കേട്ടിട്ട് ദൈവത്തിന് വിരോധമായി ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ഇയ്യോബ് പറഞ്ഞത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. പക്ഷേ കർത്താവ്, ആമേൻ, സ്തോത്രം, എല്ലാം നന്മയും തന്നപ്പോൾ ചെറിയ തിന്മ തന്നാലും അത് നമ്മൾ അനുഭവിക്കണ്ടേ എന്നാ ചോദിച്ചത്. സ്തോത്രം. അനുഭവിക്കണ്ടേ? ഹല്ലേലൂയ. തിന്മയിലൂടെ കർത്താവ് നമ്മെ കൊന്നുകളയുന്ന ദൈവമല്ല, നമ്മെ ശുദ്ധീകരിക്കാനാ, നമ്മെ ഒന്ന് പണിതെടുക്കാനാ കർത്താവ് ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഇയ്യോബിനെ ദൈവം മാനിച്ചു. ഇയ്യോബിന്റെ പുസ്തകം വായിക്കേണ്ട അവസാനത്തെ അധ്യായത്തിലേക്ക് വായിക്കുന്ന ഇങ്ങനെയാണ്, ഹല്ലേലൂയ, സ്തോത്രം, പിൽക്കാലത്തെക്കാളും അല്ലേ മുൻകാലത്തെക്കാളും പിന്നീടുള്ള ശേഷം ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്നാ. നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി കൊടുത്തു. ആമേൻ. ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. ഒരു കാര്യം കൂടെ ഓർക്കണം, ഹല്ലേലൂയ, ദൈവം നമ്മെ കഷ്ടതയിലേക്ക് തള്ളിവിട്ടിട്ട് അവൻ മാറിയിരിക്കുന്ന ദൈവമല്ല. ഇത് നമുക്കറിയാം, സ്വർണ്ണമാണ്, സ്വർണ്ണക്കട്ടിയാണ്, സ്വർണ്ണ ബിസ്ക്കറ്റ്. സ്തോത്രം. അതിനെ തട്ടാൻ, അതിനെ ഉരുക്കി അതിന് മനോഹരമായ രീതിയിൽ തീ കത്തിച്ച് അതിനെ ഉരുക്കിയെടുത്ത് അതിന് വേണ്ടാത്ത ആ അശുദ്ധിയെല്ലാം കളഞ്ഞിട്ട് കൊള്ളാകുന്ന ഒരു ഉരുപ്പടിയാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നത്. തട്ടാൻ്റെ കയ്യിൽ ഒരു ഉരുപ്പടി അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കട്ടി കിട്ടിയാൽ അത് തീക്കകത്ത് വെച്ച് താൻ ഊതി തീ കത്തിച്ച് അതിനെ ഇങ്ങനെ ഉരുക്കും. ആമേൻ. ഇതൊത്തിരി ഓവറായി ചൂട് കൂടാൻ പാടില്ല. ഒത്തിരി കുറഞ്ഞ ചൂടിലും ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം കുറഞ്ഞ ചൂടാണെങ്കിൽ ഇത് ഉരുകത്തില്ല. ഒത്തിരി ഓവറായി ചൂടായി പോയാൽ ഇത് അങ്ങ് കംപ്ലീറ്റും അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് മിതമായ ചൂട്, അതിന് കൊള്ളാകുന്ന ഒരു ചൂട് കൊടുത്തിട്ട് ആണ് തട്ടാൻ ഇതിനെ ഉപയോഗിക്കുന്നത്. ആമേൻ. ഇതിനെ ഉരുക്കുമ്പോൾ തട്ടാൻ അടുത്ത് തന്നെ ഇരിക്കും. കാരണം അതിൻ്റെ പരുവം അനുസരിച്ചാണ് അതിനെ
പുറത്തു കൊണ്ടുവരേണ്ടത്. ഇതേറെക്കുറെ ഉരുകി എന്ന് പറയും മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു കൊടിൽ കൊണ്ട പാത്രമെടുത്ത് ആമേൻ മറ്റൊരു ശുദ്ധമായ പാത്രത്തിലേക്ക് ഈ സ്വർണത്തിൻ്റെ അയിരുകളെല്ലാം ആമേൻ ഉരുകിയതെല്ലാം ഒഴിക്കും. ആമേൻ സ്തോത്രം. അതിൻ്റെ അശുദ്ധമായതൊക്കെ വേറെ ഒരു ഭാഗത്തേക്ക് അത് മാറും. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്ത് അത് കട്ടിയാകുമ്പോൾ അതിനെ വെച്ച് അതിൻ്റെ ചെറിയ ഇരുമ്പിൻ്റെ പുറത്ത് വെച്ച് അതിനെ അടിച്ച് രൂപപ്പെടുത്തി തൻ്റെ മനസ്സിലെ പ്ലാൻ ഏതാണോ, ഏത് ആഭരണം പണിയുവാനാണോ താൻ ഇറങ്ങിത്തിരിച്ചത്, ആ പ്ലാൻ അനുസരിച്ച് അതിൻ്റെ പുറത്ത് ഇരുമ്പിൻ്റെ പുറത്ത് വെച്ച് അതിനെ അടിച്ച് പരുവപ്പെടുത്തി മനോഹരമായ ഒരാഭരണമാക്കി തട്ടാൻ അതിനെ തീർക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തു നിന്നൊരു ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിനക്കൊരു കഷ്ടത തന്നിട്ട് തട്ടാനായിരിക്കുന്ന കർത്താവ് മാറിയിരിക്കത്തില്ല, അടുത്തിരിക്കും. നിനക്ക് വഹിക്കാവുന്ന ചൂട് മാത്രം തന്ന്, നിനക്ക് ചുമക്കാവുന്ന ചൂട് മാത്രം തന്ന്, ഹല്ലേലൂയ, തട്ടാന്റെ ഹല്ലേലൂയ ഹൃദയത്തിനകത്തിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് നിന്നെ പണിതെടുത്ത് നല്ലൊരു ആഭരണമാക്കി നല്ലൊരു പൊന്നാക്കി തീർക്കുവാൻ ഹല്ലേലൂയ അവൻ ചെയ്യുന്ന പ്രക്രിയയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? നമ്മളിലുള്ള കീടങ്ങളെല്ലാം മാറിപ്പോകണം. കോപത്തിന്റെ കീടമുണ്ട് നമ്മളിൽ, ആ കീടം മാറണം. നമ്മുടെ വാക്കിനെ ക്രമീകരിക്കാത്ത എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളുണ്ടെങ്കിൽ അത് മാറണം. അതിനൊരു ശുദ്ധീകരണം വരണം. അതിനാണ് കഷ്ടതയാകുന്ന തീച്ചുളയിലൂടെ നമ്മെ കടത്തിവിടുന്നത്. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളെ ഓർപ്പിച്ചു, കുശവന്റെ വീട്ടിലേക്ക് യിരെമ്യാവിനെ നടത്തിയിട്ട് പറയുന്നത്, കുശവനെ നോക്ക്, അവൻ മൺപാത്രങ്ങൾ പണിത് നീ കണ്ടോ? സ്തോത്രം. അവൻ ചക്രത്തിൽ വെച്ച് മണ്ണെടുത്ത് വെച്ച് തൻ്റെ കൈ പിടിച്ച് മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു പാത്രം ചീത്തയായി പോയി. ആ പാത്രം ചീത്തയാണെന്ന് പറഞ്ഞ് അതിനെ എറിഞ്ഞു കളഞ്ഞില്ല. സ്തോത്രം. നമ്മളൊക്കെയാണെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്ലാൻ പോലെ വന്നില്ലെങ്കിൽ നമ്മൾ ദൂരോട്ട് കളയും. എന്നിട്ട് പറയും, ഞാനത് ഉണ്ടാക്കി ശരിയായില്ല, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് ഉപേക്ഷിച്ചു, ഇനി എനിക്ക് അതിനിട്ട് പണിയാൻ പറ്റത്തില്ല. നമ്മുടെ സെക്രട്ടറിച്ചാൻ്റെ വീട്ടിൽ ചെന്ന ഇഷ്ടംപോലെ വണ്ടി കൂട്ടിയിട്ടുണ്ട്. പാസ്റ്റർ എല്ലാം പണിതിട്ടിരിക്കുന്നതാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞത്. സ്വത്രം മടുത്ത് അല്ലേ? അങ്ങനെയുണ്ട് ചിലത്. നമ്മൾ മടുത്ത് കഴിയുമ്പം നമ്മൾ അങ്ങ് ഒരു സൈഡിലിട്ട് അങ്ങ് ഒതുക്കിയിട്ടേക്കും. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ, അങ്ങനെ ചെയ്യത്തില്ല. ചീത്തയായതിനെയാ കർത്താവിന് ഇഷ്ടം. കർത്താവിന് പണിയാൻ ഇഷ്ടം ചീത്തയായത്, വേണ്ടാതെ ഇട്ടിരിക്കുന്നത്, മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നത്, ആരും ഗമനിക്കാത്ത സാധനങ്ങളെ നമ്മുടെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതാ ഈ ദിവസങ്ങളിൽ പണിയുന്നത്. നമ്മൾ ആരും കൊല്ലാവുന്ന പാത്രങ്ങളൊന്നുമല്ല കേട്ടോ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിന്ദിക്കപ്പെട്ട പാത്രങ്ങളാണ്, അപമാനിക്കപ്പെട്ട പാത്രങ്ങളാണ്, ആർക്കും വേണ്ടാതെ കിടന്ന പാത്രങ്ങളാണ്. നമ്മളെയാണ് ഈ ദിവസങ്ങൾ അവൻ കഷ്ടതയാകുന്ന തീച്ചൂളിലൂടെ കടത്തിവിട്ട് എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. ഇത് പുറത്തു വരുമ്പോ കണ്ടോ ഇതാരാ സംഭവം എന്ന്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചീത്തയായതിനെ അവൻ എറിഞ്ഞു കളഞ്ഞില്ല. യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്, അവന്റെ ഇഷ്ടമനുസരിച്ച് അവൻ മറ്റൊരു പാത്രമാക്കി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു പാത്രമാക്കി. നമ്മളെല്ലാം മറ്റൊരു പാത്രമാ. പ്രൈസ് ദി ലോർഡ്. ഭാര്യ സൗകര്യം പറയുന്നത്, വേറെ ഇവിടെ നല്ല ഇട കളയുന്ന ഒരു ഷെൽഫ് ഇരിപ്പുണ്ടായിരുന്നു, വലിയ ഷെൽഫാ. പ്രൈസ് ദി ലോർഡ്. അത് ഒത്തിരി ഇടയം കളയുക. പണ്ടത്തെ കാലത്തെ ഈ പൊക്കം പല സ്റ്റെപ്പുകളുള്ളൊരു ഇതുണ്ടല്ലോ, അലമാരയുണ്ടല്ലോ, അടപ്പൊന്നുമില്ലാത്ത TV സ്റ്റാൻഡ്. അത് ഒരു ഭാഗം മുഴുവൻ കൊണ്ടേ പോവുള്ളൂ, അത് ഏരിയ മുഴുവൻ കളയും. അത് ഏറെക്കുറെ തീരാറായപ്പോൾ ഞാനതെടുത്ത് വെട്ടി പൊളിച്ചെടുത്ത് ചെറിയൊരു മേശയാക്കി, എനിക്ക് വചനം ചിന്തിക്കാനും പഠിക്കാനൊക്കെ ഒരു മേശയകത്ത് ഞാൻ ഉണ്ടാക്കി. അതാണ് അദ്ദേഹം പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, ചീത്തയായതിനെ മറ്റൊന്നാക്കിയെടുത്തു. നമ്മളെല്ലാം ആ കാറ്റഗറിപ്പെട്ടവരാ അല്ലേ പ്രവീണേ? ഇങ്ങനെയൊക്കെ വരും നമ്മൾ പ്രതീക്ഷിച്ചതാണോ? അല്ല അല്ലേ അജി ബ്രദറെ? എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ആമേൻ. ജീവിക്കണ്ട എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ഓടിപ്പോയതാ. സ്തോത്രം. ഇനി എൻ്റെ സഹോദരങ്ങളെ പോലെ എനിക്ക് കാണണ്ട. പക്ഷെ ദൈവത്തിന് ഉദ്ദേശമുള്ളത് മടക്കി ഇവിടെ വരുത്തി. ദൈവം ഇനിയും പണിയാൻ ആരംഭിച്ചതേ ഉള്ളൂ, പൂർണ്ണതയിലേക്ക് ഇത് എത്തിയില്ല. ദൈവത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് കഷ്ടത ജീവിതത്തിൽ വരുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മെ ദൈവം അനുഗ്രഹിക്കുവാനും
വലിയ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ശുദ്ധീകരണം തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഒന്ന്, രാജാക്കന്മാരിലൂടെ ലഭിക്കപ്പെട്ട പീഡനമായിരുന്നു സ്മുർമ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. സ്തോത്രം. രണ്ടാമത്തെ പീഡനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ജനത്തിൽ നിന്നുള്ള പീഡനമായിരുന്നു. എന്താണ് ജനത്തിൽ നിന്നുള്ള പീഡനം ഉണ്ടായത്? ഹല്ലേലൂയ, നമ്മളും ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആമേൻ. അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തു നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ആമേ. സ്മുർന സഭയിലുള്ള വിശ്വാസികളെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു അന്നത്തെ ആൾക്കാരെ. ജനമെല്ലാം അവരുടെ നേരെ എപ്പോഴും കമ്പും കൂലുമായിട്ട് ചെല്ലും, അവരെ തകർത്ത് കളയുവാൻ. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ലോകക്കാർ നിങ്ങളെ എന്ത് ചെയ്യും? പകയ്ക്കും. സ്തോത്രം. നിങ്ങൾ പരസ്യമായിട്ട് ചെന്നിട്ട് പറയാം, ഞാൻ പെന്തക്കോസുകാരനാന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് ഒരു പുച്ഛം കാണാം. അല്ലേ അല്ലേ ആൻറ്റി? സ്തോത്രം. ഞങ്ങളെപ്പോലൊക്കെ ഇങ്ങനെ ഇച്ചിരി പേര് കേട്ട പള്ളിയിലൊക്കെ നിൽക്കുന്നേ എന്നൊക്കെ പറയും നമ്മളോട്, അല്ലേ? ഞാൻ പെന്തക്കോസിലായെന്ന് പറഞ്ഞാൽ പിന്നെന്തോ ഒരു വലിയൊരു കുറഞ്ഞ പരിപാടിയാണ്. നമ്മൾ അവരെ നോക്കണ്ട. കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞത്? കർത്താവ് എന്താ പറഞ്ഞത്? അതാ നമുക്ക് വിഷയം. കർത്താവിൻ്റെ സന്നിധിയിലാണോ പുച്ഛമുണ്ടാകും. ഹല്ലേലൂയ. ലോകക്കാർ നമ്മളെ നിന്ദിക്കും, അപമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പെന്തക്കോസുകാരാന്ന് പറഞ്ഞുകൊണ്ട് ജോലി വരെ നഷ്ടപ്പെട്ട ചരിത്രം ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഇവിടെ വന്നതിന് ശേഷം, തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം. ആമേൻ. ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളെന്നാ ഓർണമെൻറ്റ്സ് ഇടാത്തത്, കുഞ്ഞുങ്ങളെന്നാ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആമേൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു. പൊതു പ്രോഗ്രാം വരുമ്പോൾ മാറ്റി നിർത്തും. ഞാൻ പറഞ്ഞു ആ ജോലി റിസൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു പൊതു പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ സ്കൂളിലെ പ്രോഗ്രാം വരുമ്പോൾ ഇവരെ ഒഴിവാക്കുക. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രൊഫഷൻ ഇതൊന്നും അല്ല സാറേ, സാറിന് പറ്റുന്നുണ്ട് ജോലി കൊടുത്താൽ മതി. ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജോലി മുഖാന്തരം ഞങ്ങളത് മാറ്റാൻ തീരുമാനപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാമെന്ന് പറഞ്ഞു. ജോലി ഇന്നും വേണ്ട എന്ന് പറഞ്ഞ് റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. പിന്നെ ചിന്തിച്ചു, ഇനി എങ്ങനെ ജീവിക്കും? ജോലി നഷ്ടപ്പെട്ടല്ലോ, എങ്ങനെ ജീവിക്കുന്നത്? കർത്താവിന് വേണ്ടിയാണല്ലേ ഇതൊക്കെ ചെയ്തത്. കർത്താവെ നീ വിളിച്ചുവെങ്കിൽ നീ ജോലി തരണം. അപ്പോഴാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ അവിടെ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാനൊന്നും വിവരിക്കുവാൻ ആഗ്രഹിക്കുക, സമയമില്ലല്ലോ, ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക പെട്ടെന്ന്. സ്തോത്രം. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ അവർ അന്ന് കണ്ടു, കുറേ ദിവസം അവരുടെ കൈ വെച്ചിട്ട് അവരങ്ങ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇനി പോരും ചെയ്തു, വിളിക്കാമെന്ന് പറഞ്ഞവർ. പിന്നെ അവർ വിളിച്ചില്ല. പിന്നെ എങ്ങനെയോ എൻ്റെ ഒരു സുഹൃത്തായിരിക്കും ഒരു ദേവദാസൻ അവിടെ തൻ്റെ കുട്ടിയെ ചേർക്കാനായിട്ട് ആ സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സഭയിലുള്ള ഒരു ആളാന്ന് തോന്നുന്നു ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ പോസ്റ്റിന് വേണ്ടി. പക്ഷേ അവരുടെ ആപ്ലിക്കേഷൻ ഒന്നും ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവരണം, അവർക്ക് ഒരു വേക്കൻസി ഇവിടെ കിടപ്പണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, അവരെ അറിയത്തുമില്ല, സ്കൂളുകാർ ഒരു പരിചയമില്ല. വിളിക്കാമെന്നാണ് പറഞ്ഞിട്ട് നമ്മളത് വിളി കാത്തിരിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ ഇല്ല. ഈ പാസ് ഞങ്ങൾ ഉച്ചക്കട താമസിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങളെ ഫെയ്ത്തോമി നോക്കി ഞങ്ങളവിടെ കണ്ടില്ല. ഞങ്ങളിവിടെ വിസിറ്റിങ്ങിന് പോയി. അടുത്ത കടയിൽ പറഞ്ഞിട്ട് പോയി, ഇവിടുത്തെ പാസ്റ്ററോട് പറയണം, ഇവിടുത്തെ പാസ്റ്ററമ്മയ്ക്ക് ജോലിയുടെ എന്താ കാര്യത്തിന് വേണ്ടി ഇന്ന സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട്, അവരോട് അവിടെ ചെല്ലാൻ പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ഇങ്ങനെ കടക്കാർ പറഞ്ഞു, ഇതുപോലെ ഒരു പാസ് ഇവിടെ വന്ന് പറഞ്ഞിട്ടാണ് പോയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കണ്ടില്ല, അതിനുവേണ്ടി വിളിച്ചതാണ്. ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് തന്നെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ദൈവം മറ്റൊന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യത്തില്ല. ഇന്ന് എത്ര വർഷമായി? 18 വർഷമായി ആ സ്കൂളിൽ തന്നെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നമ്മൾ വീറോടെ നിൽക്കാൻ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തകർത്ത് കളയത്തില്ല. പക്ഷെ നിൽക്കേണ്ടതുപോലെ നിൽക്കണം. നാടോടുമ്പോൾ നടുവേ ഓടുന്നവരായി തീരരുത്, അല്ലേ? സ്തോത്രം. നമ്മളെല്ലാം ഈ സാഹചര്യം എങ്ങനെ പോവുക അതിൻ്റെ അനുസരിച്ച് പോകുന്നവരാ. അങ്ങനെ ആകരുത്. അവസാന സഭ വരുമ്പോൾ ഇന്നത്തെ സഭയും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന്. 7ാമത്തെ സഭയിലേക്ക് വരുമ്പോൾ ഇന്ന് മിക്കവാറും ഉള്ള സഭകളല്ല അതാണ് അതിൻ്റെ കാറ്റഗറി പെട്ട സഭയാണ്.
സ്തോത്രം. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ലോകം നമ്മെ പകയ്ക്കും. ആമേൻ, ആമേൻ. രണ്ടാമത്തെ പീഡനം എന്ന് പറയുന്നത് ജനത്തിൽ നിന്ന് വന്ന പീഡനമായിരുന്നു. ദൈവസഭയ്ക്കുണ്ടായിരുന്നു. പൊതുജനമെല്ലാം ആമേൻ സ്മുർന സഭയിലുള്ള വിശ്വാസികളെ പീഡിപ്പിക്കുമായിരുന്നു, നിന്ദിക്കുമായിരുന്നു. പക്ഷേ ആ നിന്ദയുടെ മധ്യത്തിൽ ആരും പിന്മാറിപ്പോയില്ല. അവർ ശക്തിയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. അവരൊരിക്കലും ലോകക്കാരാകുവാൻ ആഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ രാജ്യത്തിലുള്ളവരായി തന്നെ അവർ ചെലവഴിപ്പാനിടയായി തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ലോകക്കാരായി തീരരുത്. ലോകത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരരുത്. ക്രിസ്തുവിലുള്ള ആ സ്വഭാവം, ക്രിസ്തുവിലുള്ള ആ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കാൻ ഇടയായി തീരണം. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്നവരായി തീരട്ടെ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പീഡനം എന്ന് പറയുന്നത്, സ്തോത്രം, അടുത്ത ഭാഗം എടുത്താട്ടെ. മൂന്നാമത്തെ പീഡനം യഹൂദന്മാരിൽ നിന്ന് വന്ന പീഡനമായിരുന്നു. എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്തു നിന്നും പുരോഹിതന്മാരുടെ ഇടയിൽ നിന്നും സദൂക്യരുടെ ഇടയിൽ നിന്നും പരീശന്മാരുടെ ഇടയിൽ നിന്നൊക്കെ വന്ന പീഡനമായിരുന്നു സ്മുർനായിലെ വിശ്വാസികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അന്നും പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയൊക്കെ നാമധേയ പേരിന് വേണ്ടി നിൽക്കുന്ന പള്ളികൾ, യഹൂദന്മാരുടെ പള്ളികൾ. അവിടുന്നൊക്കെ ഈ സ്മുർന സഭയിലേക്ക് ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ അവർ അനുഭവിക്കേണ്ടി വന്നു. ആമേൻ. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്കുകൾ ഒന്ന് വായിച്ചാട്ടെ. വേഗത്തിൽ വായിക്കാം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ, പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. ആരുടെ നേരെ? പുരോഹിതന്മാർ. ആരുടെ നേരെയാ വന്നേ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നേരെ. പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ നേരെ അല്ലെങ്കിൽ പടനായകന്മാർ വന്നു. അടുത്ത വാക്യം. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനർത്താനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരം ആക്കുകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. ഇവരൊരു അത്ഭുത പ്രവൃത്തി ചെയ്തു. എന്താ അത്ഭുത പ്രവൃത്തി? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വായിക്കേണ്ട. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ ഇരുത്തിയ മുടന്തന് കൊടുത്ത സൗഖ്യമാണ്. അത് ദേശം അങ്ങ് പ്രചരിച്ചു. അത് മുഖാന്തരം ഇതാരാണ് സൗഖ്യമാക്കിയത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ്, അപ്പം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിരിക്കുന്നവൻ അങ്ങനെ തന്നെ ഇരുന്നു. ഇന്ന് ലോകത്തിന്റെ പോക്കും അങ്ങനെ. കുടിച്ച് ചാഞ്ചാടി നടന്നാലും നാട്ടുകാർക്ക് ഒരു വിഷയമില്ല. അവൻ പള്ളി പോയെങ്കിൽ പിറ്റേ ദിവസം മുതൽ എഴുന്നേക്കും. അല്ലേ? അതല്ലേ? അതാ ഇന്നത്തെ ലോകം. അതാ. അവൻ ഏതോടെ കടന്നാലും പട്ടി പോയി 3 കാലിൽ നിന്നാലും അവർക്ക് വിഷയമില്ല, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവൻ പള്ളിയിൽ പോകട്ടെ, പിറ്റേ ദിവസം മുതൽ അവനെതിരായിട്ട് കൊടിയും പിടിച്ചോണ്ട് വരും. അതാണ് ലോകം എന്ന് പറയുന്നത്. പള്ളി മാത്രം പോകരുത്, വേറെ എവിടെ പോയാലും പ്രശ്നമില്ല. നോക്കിക്ക്, ഒരുവന് അവർ വിടുതൽ കൊടുത്തു, അവർ പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തു. അതിന്റെ പേരിൽ പള്ളിയിലെ ആൾക്കാരെല്ലാം കൂടെ ഇളകി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇളകി വന്നു, അവരുടെ നേരെ തിരിഞ്ഞു. പൗലോസും പത്രോസും ഒക്കെ ശക്തിയോടെ നിൽക്കുക. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. നോക്കിക്കേ, അവർ മാറിയില്ല. അവർ പറഞ്ഞു, യേശു ക്രിസ്തുവാണ് ദൈവം. യഹൂദന്മാരായ നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ യേശുവിന് സകലതും ചെയ്യുവാൻ കഴിയും. ഞങ്ങളല്ല അത്ഭുതം ചെയ്തത്, ഞങ്ങളല്ല മുടന്തർക്ക് സൗഖ്യം കൊടുത്തത്, യേശു ക്രിസ്തുവാണ് ചെയ്തത്. നിങ്ങൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും രക്ഷയുണ്ടാകും, നിങ്ങൾക്കും വിടുതലുണ്ടാകും. ഈ വചന ശക്തമായി അന്ന് ഉണ്ടായിരുന്ന ലോകത്തിലെ ജനത്തോട് അവർ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു. അവിടെ ദൈവമക്കളെ, നമ്മൾ പള്ളി വന്നിച്ച് പോകുന്നവരായി തീരരുത്. നമ്മുടെ കൂട്ടുകാരോടോ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടോ യേശു നല്ലവനെന്ന് ഒരു വാക്കിലെങ്കിലും സുവിശേഷം പറയാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞകാല ഭക്തന്മാര്, സഭയിലെ വിശ്വാസികൾ എന്ന് പറയുന്നത് പാസ്റ്റർമാർ മാത്രമല്ല സുവിശേഷം പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആമേൻ, പീഡനം മുഖാന്തരം ചിതറിപ്പോയ യഹൂദന്മാരൊക്കെ പലരോട് സുവിശേഷം പറഞ്ഞു. അവിടെ എല്ലാ സഭകൾ സ്ഥാപിച്ചെന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുന്നത്. അപ്പൊ ചിതറിപ്പോയവരൊക്കെ എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിച്ചു. പറയൂ ആനന്ദ സുവിശേഷം? കൂട്ടുകാരോട് പറയുമോ? പറയണം. ഈ ദൗത്യ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നമുക്ക് പറയാനുള്ള കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഈ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു.
ഞാനത് നിർവഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സുവിശേഷം പറയുവാൻ കൂടി നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് മൂന്നാമത്തെ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹല്ലേലൂയ യഹൂദന്മാരിൽ നിന്നായിരുന്നു. അവർക്ക് ക്രൈസ്തവ സഭയ്ക്ക് ഭയങ്കര പീഡനം അവർ ഏൽക്കേണ്ടി വന്നു. പ്രമാണിമാരും മൂപ്പന്മാരും പുരോഹിതന്മാരെല്ലാം ഇവർക്കെതിരായി തിരിഞ്ഞു. പക്ഷെ എങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. അവർ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് സുവിശേഷീകരിക്കുവാൻ ഇടയായി തീർന്നു. അവര് സുവിശേഷം പങ്കുവെച്ചു. ഇവിടെ വായിച്ചത് 5000-ഓളം പുരുഷന്മാര് ഇവരോട് കർത്താവിന്റെ സഭയിൽ ചേർന്നു എന്നാണ്. ഹല്ലേലൂയ. വലിയ കഷ്ടതയിലൂടെ വലിയ വില കൊടുത്ത് സ്മുർന സഭ വളർന്നു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. അവസാനത്തെ കാര്യം, ആ സഭയ്ക്ക് കുറവൊന്നും കർത്താവ് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പ്രബോധനമൊന്നും അധികം കൊടുത്തില്ല. ലാസ്റ്റ് ആദ്യമേ അവർക്കൊരു അനുമോദനം കൊടുത്തു. 2, അവർക്കൊരു വാഗ്ദത്തമാണ് കൊടുക്കുന്നത്. കാരണം അതുപോലെ കഷ്ടതയ്ക്ക് വേണ്ടി നിന്ന ഒരു സഭയായിരുന്നു, കയ്പിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരു സഭയായിരുന്നു സ്മുർന സഭ. ഒത്തിരി ഭക്തന്മാർ എഴുന്നേറ്റുണ്ട്. ഈ കത്തോലിക്കര്, ഈ വിശുദ്ധന്മാരെന്ന് എണ്ണിയിരിക്കുന്ന പല ഭക്തന്മാരും അന്നത്തെ സഭാ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സ്തോത്രം. ഇവരുടെയൊക്കെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരൊന്നും ഇതിനകത്ത് കൊണ്ടുവന്നില്ല, സമയം നമുക്കിന്ന് തികയാത്തത് കൊണ്ട്. സ്തോത്രം. അവരൊക്കെ ശക്തിക്ക് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിന്നവരാ. പക്ഷേ അവരുടെ ആ പാരമ്പര്യമാണോ പിന്തുടരുന്നു ചോദിച്ചാൽ അല്ല. പോളികാർപ്പൊക്കെ സത്യത്തിന് വേണ്ടി നിന്ന മെത്രാന്മാരായിരുന്നു, ബിഷപ്പുമാരായിരുന്നു. പക്ഷെ ഇന്ന് അവരുടെ പിൻഗാമികൾ എന്ന് പറയുന്ന കത്തോലിക്ക സഭ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് ഇന്ന് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ കർത്താവിന് വേണ്ടി നിന്ന ആദ്യകാല ഉപദേഷ്ടാക്കന്മാരും ദൈവഭക്തന്മാരുമായിരുന്നു. അവരൊക്കെയാണ് സാക്ഷിത്വം വഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശു അവർക്ക് കൊടുക്കുന്നൊരു ദൂതാണ്, വാഗ്ദത്തമാണ്. നീ കഷ്ടത അനുഭവിച്ചതുകൊണ്ട്, വേദന അനുഭവിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, മരണപര്യന്തം നീ എന്ത് ചെയ്യണം? വിശ്വസ്തനായിരുന്നോണം. നീ ഇനി പിന്മാറിപ്പോകരുത്. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ സ്നാപകൻ പറയുന്ന ഒരു ദൂതാണ്, മരണപര്യന്തം വിശ്വസ്തയായിരുന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൂത്, സഭയ്ക്ക് കൊടുക്കുന്ന ദൂത്, മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കപ്പെടും. ഈ ജീവകിരീടം ആരും എടുക്കാതിരിപ്പാൻ നാം ആണ് സൂക്ഷിക്കേണ്ടത്. അടുത്ത കാര്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സുള്ളവൻ കേൾക്കട്ടെ, അവന് രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല. മനുഷ്യന് 2 മരണമുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മരണം. രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ അത് ഭയാനകമാകുന്ന മരണമാണ്. സ്തോത്രം. അന്ത്യകാലത്തെങ്കിൽ അന്ത്യന്യായവിധിയിൽ ലഭിക്കപ്പെടുന്ന തീച്ചൂളയാകുന്ന മരണം. സ്തോത്രം. അപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ ആ മരണത്തിലേക്ക് നാം പോകത്തില്ല എന്നൊരു വലിയ വാഗ്ദത്തമാണ് ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് തരുന്നത്. സ്തോത്രം. ആമേൻ. സ്മുർന സഭയുടെ ചരിത്രം ഇവിടം കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ചയിൽ കർത്താവ് വരുവാൻ താമസിച്ചാൽ പുതിയൊരു സഭയുടെ ചരിത്രം നമുക്ക് കാണുവാനും പഠിക്കുവാനും ഇടയായിത്തീരട്ടെ. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടതയും വേദനയും ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീർന്നു. ഒത്തിരി വേദനയിലൂടെ, ഒത്തിരി കഷ്ടതയിലൂടെയാണ് അവർ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത്. ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അനേക പീഡകൾ സഹിക്കേണ്ടി വന്നു. പച്ചയോടെ മനുഷ്യനെ കൊല്ലേണ്ടി വന്നു. ആമേൻ. എണ്ണ തിളപ്പിച്ചതിനകത്ത് മുക്കേണ്ടി വന്നു. പച്ചയോടെ ആ മനുഷ്യന്റെ ശരീരത്തിലെ തൊലികൾ അവർ ഉരിഞ്ഞെടുത്തു. അല്ലെങ്കിൽ തീപ്പന്തങ്ങളാക്കി നിർത്തി തീ കത്തിച്ചു. അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി ആഹാരത്തിനായി മനുഷ്യനെ ഇട്ടുകൊടുത്തു. ഇതെല്ലാം ചെയ്തത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയാണെന്ന് ഓർത്തുകൊള്ളണം. കർത്താവിനെ ആരാധിക്കുന്നവരെയാണെന്ന് ഓർത്തുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഭക്തന്മാർ ഇതൊക്കെ ചെയ്യുവാനിടയായി തീർന്നെങ്കിൽ
ഇന്ന് പകൽക്കാലം നാം എത്ര കഷ്ടത വന്നാലും ഈ യേശുവിനെ നാം തള്ളിപ്പറയരുത്. കർത്താവിന് വേണ്ടി എത്ര പേര് നിലനിൽക്കുവാനിടയായിത്തീരും. ഒന്ന് കണ്ണടയ്ക്കാമോ? അല്പനിമിഷം ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു സമർപ്പണം ചെയ്യാമോ? കർത്താവേ, ഏത് വേദനകൾ വന്നാലും ഞാൻ ഈ ക്രിസ്തുവിനെ തള്ളിപ്പറയത്തില്ല, ഞാൻ അവനെ ഉപേക്ഷിക്കത്തില്ല. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുവാനിടയായിത്തീരും, ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുവാനിടയായിത്തീരും. കർത്താവേ, നിന്റെ പിന്നാലെ വരുവാൻ എനിക്ക് ബുദ്ധി പറഞ്ഞു തരണമേ, എന്നെ പഠിപ്പിക്കണമേ എന്ന് ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ആദരങ്ങളെ തുറന്ന് ഒന്ന് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പേ വീഡിയോയിൽ കേട്ട ആ പാട്ട് ഒന്ന് ശാന്തമായി പാടുവാൻ കഴിയുമോ? എത്ര കഷ്ടത വന്നാലും വേദനകൾ വന്നാലും കർത്താവേ, ഞാൻ നിന്നെ വിട്ട് പിന്മാറത്തില്ല. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ എല്ലാവരും ഹൃദയത്തിൽ നിന്ന് പാടാൻ കഴിയുമോ? ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. എല്ലാരും എന്നെ കൈവിട്ടെന്നാലും, എല്ലാരും എന്നെ കൈവിട്ടെന്നാലും, എല്ലാരും എന്നെ കൈവിട്ടെന്നാലും, പിന്മാറാതെ. പ്രിയപ്പെട്ടവരെ, ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചാലും, ഭാര്യ നിന്നെ ഉപേക്ഷിച്ചാലും, ബന്ധുമിത്രാദികൾ നിന്നെ ഉപേക്ഷിച്ചാലും, ലോകക്കാർ നിന്നെ ഉപേക്ഷിച്ചാലും, പൽക്കാലം പറയുവാൻ കഴിയട്ടെ, കർത്താവേ, ഞാൻ നിന്റെ സന്നിധി വിട്ട് പിന്മാറത്തില്ല. Hallelujah, to follow Jesus, no turning back, no turning back, no turning back, no turning back. The world behind me, the cross before me, the world behind me, the cross before me, the world behind me, the cross before me, no turning back, no turning back, no turning back, no turning back. തീരുമാനമെടുക്കാമോ? യേശുവിൻ പിൻപിൽ പോകാനുറച്ചു, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ഇവൽക്കാലം ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പറ, പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ഒരിക്കൽ കൂടെ യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ.
എന്തൊക്കെ കഷ്ടത വന്നാലും ഞങ്ങൾ പിന്തിരിയുവാനിടയായി തീരില്ലപ്പാ. ഞങ്ങൾക്ക് മുൻപേ ഉണ്ടായ എത്രയോ ഭക്തന്മാർ കർത്താവിന് വേണ്ടി നിന്നു. അവർ ജീവിതം കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങപ്പെട്ടു. ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ പോലും കാണാത്ത വിധത്തിൽ മൃഗീയമായ അന്നത്തെ രാജ്യം അവരെ കൊലപ്പെടുത്തിയപ്പോൾ അവരൊരു വാക്ക് പോലും കർത്താവിനെതിരായി പറഞ്ഞില്ല. ഞാൻ മരിച്ചാലും ജീവിച്ചാലും എന്റെ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഭക്തന്മാരും ക്രിസ്തുവിൽ മറയപ്പെട്ടു. അതെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അനുഭവം എത്ര വേദനകൾ കഷ്ടതകൾ വന്നാലും കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകനെ തള്ളിപ്പറയുന്നവരായി തീരരുത്. ഞങ്ങൾ അതനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ചുവടുകളെ ഞങ്ങൾ അനുധാവനം ചെയ്യുവാൻ തക്കോണം ദൈവമേ, നീ ഞങ്ങൾക്ക് കൃപ തരണമേ. അതിനായി ദൈവം ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് മുഖാന്തരങ്ങളെ ഒരുക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രൂശ് ഞങ്ങളുടെ മുൻപിലാണ്, ലോകം ഞങ്ങളുടെ പിൻപിലാണ്. കർത്താവേ, ഞങ്ങൾ ഒരിക്കലും പിന്മാറാതെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഞങ്ങൾക്ക് ബലം കൽപ്പിച്ചതിനായി സ്തോത്രം. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.